സോ അങ്ങനെ മഹാരാജ എന്ന് പറഞ്ഞ പടം കണ്ടു. സോ ഈ ഒരു പടം അത്ര വലിയ ഹൈപ്പിലോ അത്ര വലിയ പ്രൊമോഷനോ കാര്യങ്ങൾ ഇറങ്ങിയ പടമല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ എനിക്ക് അത്ര വലിയ താല്പര്യം കാര്യമില്ല. എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അത്ര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. നല്ലൊരു ക്രൈം ഡ്രാമ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നെല്ലാം മനസ്സിലായി. സോ കുറച്ചും ബിസിയും കാര്യങ്ങളായതിനെ കൊണ്ട് തന്നെ പടം കുറച്ച് ലേറ്റായി കാണാൻ വേണ്ടിയിട്ട്. സോ പടം എന്തായാലും കണ്ടും കിടിലം പടം. കിടിലെന്ന് വെച്ചാൽ കിടിലം പടം എന്ന് എനിക്ക് പറയാനുള്ളൂ. എസ്പെഷ്യലി പടത്തിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് വൈസ് പടം ഒരു രക്ഷയില്ല. ഒരു പടത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുമ്പോൾ അതിന് സ്ക്രിപ്റ്റ് ആയിരിക്കണം. സ്ക്രിപ്റ്റ് മോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ പടം പിടിച്ചാൽ കിട്ടില്ല. സോ ഈ ഒരു പടത്തിൽ അങ്ങനെയല്ല. ഈ ഒരു പടത്തിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. നല്ല കഷ്ടപ്പെട്ടിട്ട് ഈ പടം എഴുതാൻ വേണ്ടിയിട്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പടം എടുത്തു വെച്ചിരിക്കുന്ന ട്വിസ്റ്റും ടേണും കാണാം. സത്യം പറഞ്ഞാൽ വിജയ് സേതുവിൻ്റെ 50ാമത്തെ പടത്തിൽ തന്നെ നല്ല കിടിലം ബെഞ്ച് മാർക്കാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ പടം. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം കണ്ടു വെച്ച ഏറ്റവും ബെസ്റ്റ് മൂവിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്കും ഗംഭീരമായിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നിതിൻ സ്വാമിനാഥനാണ്. സോ മൂപ്പരെ മുന്നത്തെ പദങ്ങളും കാര്യങ്ങളും കണ്ടിന്യൂ എന്ന് അറിയില്ല. ബട്ട് ഈ ഡയറക്ടർ ഗംഭീരമായിട്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്ററിൽ നിന്ന്. ഇതിൻ്റെ അകത്ത് ഫുൾ ട്വിസ്റ്റും ടേണും കാര്യങ്ങളും എന്ത് രസമാണ് അറിയാം. കയ്യടിച്ചിറങ്ങാൻ പറ്റില്ല തിയേറ്ററിൽ നിന്ന്. അതിനകത്ത് പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നല്ല ഈക്കാൻ ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പടം. സോ വിജയ് സിനിമയിൽ ഇപ്പോൾ റീസെൻ്റ് പടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗംഭീര ഹിറ്റായ പടങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. വിക്രത്തിൽ സന്താനമായിട്ടൊക്കെ വന്നിരിക്കുന്നു, അതൊക്കെ ഗംഭീരമായിരുന്നെങ്കിലും സ്റ്റാൻഡ് ഓൺ മൂവീസിൽ മൂപ്പര് ഫുള്ളി ലോസ്റ്റ് ആയ പോലെയാണ് ഉണ്ടായത്. ബട്ട് ഈ ഒരു പടം 80ാമത്തെ പടത്തിൽ തന്നെ മൂപ്പര് ഒരു കിടിലം പടം ആക്കിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇതിനകത്ത് വിജയ് സേതുവിൻ്റെ തൊട്ടപ്പം തന്നെ അനുരാഗ് ഉണ്ട്. അനുരാഗ് നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അത് വെറുതെ സൈഡായിട്ട് വന്ന് പോകുന്ന ക്യാരക്ടറല്ല, നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഇങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്. മമതാ മോഹൻദാസ് ഉണ്ട്. മമതാ മോഹൻദാസ് സൈഡായിട്ടുള്ള റോളാണെങ്കിലും ബട്ട് നല്ലവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ടാണ് ഇതിനകത്ത് പെർഫോമൻസ് വൈസ് എല്ലാം ചെയ്തു. വിജയ് സേതുപതിൻ്റെ കാര്യം പറയാൻ വേണ്ട. വിജയ് സേതുപതി എപ്പോഴും അറിയാലോ ആ ഒരു മൂഡ് തന്നെയാണ്, നല്ല ഈക്കനെ ചെയ്യുന്ന ആൾ തന്നെയാണ്. സോ അതേപോലെ തന്നെ ഗംഭീരമായിട്ട് മൂപ്പരിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. മൂപ്പര് ഇതുവരെ ചെയ്ത റോളിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പടം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ കളിച്ച കളി ഒരു രക്ഷയില്ല. അതിന് ഫസ്റ്റ് ഹാഫ് കണ്ടതിൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല. നോൺ ലീനിയാരിറ്റിയാണ് ഈ പടത്തിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു നോൺ ലീനിയാരിറ്റി സാധനം പിടിച്ചിട്ടുണ്ട്. അതാണ് സ്ക്രിപ്റ്റിൽ കളിച്ചിട്ടുണ്ട് ഇവർ. ആ ഒരു സാധനം നോൺ ലീനിയാരിറ്റിയിൽ നമുക്ക് പറഞ്ഞിരുന്ന വിധം, അവസാനം ഒരു റിവീലിംഗ് സീന്, ഒരു ട്വിസ്റ്റും ടേണും എല്ലാം ഗംഭീരമാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള സ്റ്റോറി ടെല്ലിങ് ഒരു രക്ഷയില്ല. അവസാന ട്വിസ്റ്റ് കൊണ്ടിട്ട് റിവീലിംഗ് ആക്കുന്ന സീന്, അതായത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, അങ്ങനെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. അതായത് അത് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് തോന്നി. ബട്ട് സെക്കൻഡ് ഹാഫിലെ നോണിനാറ്റി സാധനങ്ങളും ഒരു റിവീലിംഗ് സീക്വൻസ് എല്ലാം ഉണ്ട്. അതിനകത്ത് കണ്ണുകൾ കണ്ടാൽ മനസ്സിലാവും. എനിക്കത് പറയാനില്ല, സ്പോയർ ആയിപ്പോൾ. അത് ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാകുന്ന വിധത്തിലേക്ക് ഇവർ വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും തോന്നും, നോണിനാറ്റി ആണെങ്കിലും കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും തോന്നും. ബട്ട് ക്ലൈമാക്സ് പോർഷൻ ഒരു ട്വിസ്റ്റ് റിവീലിംഗ് സീന്, അതോടെ നമുക്കെല്ലാം മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലേക്കാണ് ഈ പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ സ്റ്റോറിയും കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതായത് വിജയ് സേതുവിൻ്റെ കേട്ട് തൻ്റെ കുപ്പത്തൊട്ടി കാണാനെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വരുന്നു. അതാണ് ഈ സിനിമേൻ്റെ തുടക്കം. അത് അറിഞ്ഞാൽ മതി, ബാക്കി ഒന്നും അറിയേണ്ട. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യുക. നോ സ്പോയിലേഴ്സിനെ പറയാനുള്ളൂ. ട്വിസ്റ്റും ടേൺസൊക്കെ ഗംഭീരമാണ്. പടത്തിനെ പറ്റി പറയാനുള്ള വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചില സാധനങ്ങളുണ്ട്, എലിവേഷൻ പോയിന്റിൽ വെക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. റിവീലിംഗ് സീക്വൻസിലായാലും ചില സീക്വൻസൊക്കെ ഇതിൻ്റെ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം നല്ല ഇങ്ങനെ മികച്ചായിട്ട് വെച്ചിട്ടുണ്ട്. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിനകത്ത് വയലൻസും കോറും നല്ല ഇരിക്കുന്നുണ്ട്. നല്ല റോ പടമാണ്, റോ ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് തലവട്ടം ജോലി എടുക്കൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. സോ അത് മനസ്സിലേക്ക് കാണാമെന്ന് എനിക്ക് പറയാനുള്ളത്. വയലൻസും കാര്യം നല്ല അത്യാവശ്യം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അധികം റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ നമുക്ക് നല്ല തന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സോ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു റൈഡ് തന്നെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ പടം കണ്ടിട്ട് എന്താ തിയേറ്ററിനെ കാണാമെന്ന് പറയാനുള്ളൂ. മസ്റ്റ് വാച്ച്. ഗംഭീര പടം, കിടിലം പടം. കൂടുതൽ ഈ പടത്തിനെ പറ്റി ഒന്നും പറയാനില്ല. കൂടുതൽ അധികം ഇതിനകത്ത് ചെന്ന് പറഞ്ഞ സ്പോയിലേഴ്സ് ആയിപ്പോൾ. സോ റീവാച്ചബിലിറ്റി ഉണ്ട് ഈ പടത്തിന്, അത് പറഞ്ഞേ പറ്റൂ. സോ വിജയ് സേതുവിൻ്റെ അടുത്തൊരു ഗംഭീര മൈൽസ്റ്റോൺ പടം എനിക്ക് പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.